ഗോസിപ്പുകൾ ഒരുപാട് മോഹൻലാൽ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ. താങ്കൾ അതിനൊന്നും അത്ര വലിയ പരിഗണന കൊടുത്തിട്ടുണ്ടാവില്ല. എങ്കിലും താങ്കളെ തന്നെ ഏറ്റവും രസിപ്പിച്ച ഗോസിപ്പ് ഏതായിരുന്നു? പല പ്രാവശ്യം എന്നെ PT അവിടുന്ന് തന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാൻ മരിച്ചു പോയ ഒരു കാര്യം. അതൊക്കെ നമുക്ക് തമാശയായിട്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ പാനിക്കാകുന്നത് എങ്ങനെയായിരിക്കും. നമ്മുടെ വീട്ടിൽ ഞാൻ 2-3 പ്രാവശ്യം മരിച്ചു പോയിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞ് വളരെ പ്രമുഖമായിട്ടുള്ള പത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, തമിഴ് പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒരാൾ മുകളിൽ കയറി കണ്ടു, അങ്ങനെ പറഞ്ഞ് വളരെ രസകരമായ കാര്യങ്ങളാണ്. ഗോസിപ്പുകൾ എന്ന് പറയുന്നത് ഉണ്ടായോട്ടെ, അത് നല്ല കാര്യമല്ലേ. എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച്, ഒരു കഥയെക്കുറിച്ച് പറയട്ടെ. അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു എന്നും ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ? അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല, അതിൽ കൂടുതലുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ ഒരു തമാശയായിട്ടേ പറയുന്നത്. അത് ഒരു ഗോസിപ്പാണ് അല്ലേ. ഇപ്പം അതിന് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ. കാര്യം പിന്നെ അതിൻ്റെ ഫോട്ടോകൾ എൻ്റെ വീട്ടിൽ പിന്നെ വരുന്നത് എൻ്റെ അമ്മായച്ഛൻ അവരോട് പറയുകയാണ്. അങ്ങനെയൊക്കെയുള്ള അതൊരു നമ്മുടെ പത്രം അല്ലെങ്കിൽ നമ്മുടെ മാസിക അത് വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെക്കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ. പലതും എഴുതിയിട്ടുണ്ട് എൻ്റെ കുട്ടികളെ കുറിച്ച്. അല്ലെ, എനിക്ക് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്കുള്ള കുട്ടികളല്ല, അല്ലാതെ എനിക്കുണ്ടായ കുട്ടികളെക്കുറിച്ച്. പിന്നെ വൃക്ക മാറ്റി വയ്ക്കുന്നു, അതിൽ ഞാൻ കിഡ്നി റാക്കറ്റിൽ വരെ പെട്ട ആളാണ്. അല്ല, ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്നെങ്കിലും താങ്കൾക്ക് ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അവർ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. കാര്യം പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ വളരെയധികം സിനിമ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ഇപ്പോഴും സിനിമയിൽ വളരെ പിന്നെ ഉള്ള ആളുമാണ്. അപ്പോൾ ആ ഒരു സിനിമാ സർക്കിളിനെ കുറിച്ച് ധാരണയുള്ള ആളാണ് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും. ലാൽ സിനിമയിൽ നിന്ന്